الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബാണ്. ആലമുകളുടെ റബ്ബും ആണ്, ലോകങ്ങളുടെ റബ്ബാണ്. റബ്ബുന്നാസ്, ലോകരുടെ റബ്ബും അല്ലാഹുവാണ്. സകലതിന്റെയും റബ്ബ് അല്ലാഹുവാണ്. ഈ വിശ്വാസത്തിന് ലോകത്തൊരു കോട്ടവും തട്ടിയിട്ടില്ല ഒരിക്കലും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇന്നേ വരെ അല്ലാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെന്നല്ലാതെ ഈ വിശ്വാസത്തിന് ലോകത്ത് മനുഷ്യർക്കിടയിൽ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ല. എന്താണ് റബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റബ്ബ് എന്നത് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്, അള്ളാഹുവിന്റെ പേരാണ്. ആ പേരിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? 3 യാഥാർത്ഥ്യങ്ങൾ ഒരുമിച്ചുകൂടിയ ഒരു പേരാണ് റബ്ബ് എന്നത്. ഒന്നാമത്തത് അൽ മുൽക്ക്, ഈ പ്രപഞ്ചമഖിലാണ്ടത്തിന്റെയും ഉടമസ്ഥനാകാനുള്ള അധികാരം.
രണ്ടാമത്തത് അൽ ഖൽഖ്, ഈ പ്രപഞ്ചമഖിലാണ്ടത്തെയും നിർമ്മിക്കാനുള്ള അധികാരം. മൂന്നാമത്തത് അത്തദ്ബീർ, ഈ പ്രപഞ്ചമഖിലാണ്ടത്തെയും നിർമ്മിച്ചതിന് ശേഷം നിയന്ത്രിക്കാനുള്ള അധികാരം. ഈ മൂന്ന് അധികാരാവകാശങ്ങൾ ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. നിങ്ങൾ നോക്കിൻ, പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാര് ദുആ ചെയ്യാൻ ഉപയോഗിച്ചത് അധികവും റബ്ബ് എന്ന വാക്കാണ്. അല്ലാഹുമ്മ വളരെ കുറച്ചേ കാണുള്ളൂ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അൽഫാദുകളിൽ റബ്ബ് എന്ന പദത്തിനാണ് പ്രസക്തി കൂടുതൽ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു റബ്ബനാ ളലംനാ അൻഫുസന. നൂഹ് നബി ദുആ ചെയ്തു റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ഏത് നബിമാരെ ദുആ എടുത്തു നോക്കി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്. അങ്ങനെ ഏത് ദുആ എടുത്തു നോക്കി, ഏത് നബിമാരെ എടുത്തു നോക്കിയാലും. അതെ, നമ്മളും ദുആ ചെയ്യുമ്പോൾ കൂടുതൽ ഉപയോഗിക്കേണ്ട വാക്ക് റബ്ബ് എന്നായിരിക്കണം. ഒരു കാരണവശാലും ദൈവമേ അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ജഗന്നിയന്താവേ എന്നൊന്നും വിളിച്ചു പോകരുത്. കാരണം റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം ഈ പറയുന്ന വാക്കുകൾക്കൊന്നും ഫിറ്റല്ല. ജഗന്നിയന്താവ് എന്ന് പറഞ്ഞ ഒരിക്കലും റബ്ബ് എന്ന വാക്കിന് പരിഭാഷയാവൂല. ദൈവം എന്ന് പറഞ്ഞാലും ഈ റബ്ബ് എന്ന വാക്കിന് പരിഭാഷയാവൂല. കാരണം റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം അത്ര വ്യാപ്തിയും വിശാലതയും ഒരുത്തന് മാത്രം പറയാൻ പറ്റുന്നതുമാണ്. ഒരാൾക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. അത് അല്ലാഹുവാണ്. അള്ളാഹ്ക്ക് മാത്രമേ റബ്ബ് എന്ന് പറയാൻ പറ്റൂ. ബാക്കി ആർക്കും റബ്ബ് എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ റബ്ബി, എന്റെ റബ്ബേ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചമഖിലാണ്ടത്തിന്റെയും ഉടമസ്ഥനായവനെ, ഈ പ്രപഞ്ചമഖിലാണ്ടത്തെയും നിർമ്മിച്ചവനെ, ഈ പ്രപഞ്ചമഖിലാണ്ടത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനെ. ദൈവമേ എന്നുള്ള വാക്കിന് അർത്ഥം കിട്ടൂല. ജഗന്നിയന്താവേ എന്നുള്ള വാക്കിന് അർത്ഥം കിട്ടൂല. സൃഷ്ടാവേ എന്നുള്ള വാക്കിന് അർത്ഥം കിട്ടൂല. റബ്ബ് എന്ന വാക്ക് മറ്റൊരു ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്താൻ പറ്റുകയില്ല ഒറ്റ വാക്കിൽ, വ്യാഖ്യാനത്തോടുകൂടി അല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്ന കാര്യത്തിൽ മനുഷ്യനോളം പഴക്കമുള്ള മനുഷ്യന്റെ ഇത്രയും കാലഘട്ടത്തെ ചരിത്രത്തിനിടയിൽ ഒരു കാലഘട്ടത്തിനും റബ്ബിനെ മാറ്റി പറഞ്ഞിട്ടില്ല ലോകം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ, അള്ളാഹുവിനെ മാറ്റി പറഞ്ഞിട്ടുണ്ട്, റബ്ബിനെ മാറ്റി പറഞ്ഞിട്ടില്ല. റബ്ബ് അള്ളാഹു ആണെന്ന് അംഗീകരിച്ചവരാണ് നൂഹിന്റെ ഖൗമ്. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് അള്ളാഹുവിനെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് അൽ മഅബൂദ്, മഅബൂദിനെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത തങ്ങളാവാം, ബീവിയാവാം, ശൈഖാവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റബ്ബ് ഇവരാകെങ്കിലും ആകാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമും ആസറായാലും നമ്രൂദ് രാജാവായാലും അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. ഖാലിക്കും മാലിക്കും റാസിക്കും അള്ളാഹുവാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. ഇലാഹ അള്ളാഹുവാണെന്നുള്ള കാര്യത്തിലാണ് അവർ വ്യത്യാസം ഉണ്ടായത്. പറയുന്ന വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. മലപുര കേൾപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ ഈമാൻ മസ്ബൂത്താക്കാൻ വേണ്ടിയിട്ടാണ് നാം സംസാരിക്കുന്നത്. വാക്കുകളെ അള്ളാഹു കബൂലാക്കട്ടെ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് ഫിർഔനും ജനതയും അള്ളാഹുവിന്റെ റുബൂബിയത്ത് നിഷേധിച്ചിരുന്നില്ല. അള്ളാഹുവാണ് റബ്ബ് എന്ന് പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊണ്ടവനാണ് ഫിർഔൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലപ്പോൾ ഫിർഔൻ പറഞ്ഞതാണല്ലോ അന റബ്ബുക്കുമുൽ അഅ്ല, നിങ്ങൾ ഏറ്റവും വലിയ റബ്ബാണ് ഞാനെന്ന് ഫിർഔൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാക്കിനെ അള്ളാഹു തന്നെ നമുക്ക് തഫ്സീർ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ, വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ടല്ലോ. ഫറോവ പറഞ്ഞ റബ്ബ് ഏത് കാര്യത്തിലാണ് പരിമിതമാണ്, ഏത് കാര്യത്തിലാണ് അത് ചെറിയ വിഷയത്തിൽ പരിമിതമാണ് അവൻ പറഞ്ഞ റുബൂബിയത്ത്. മറ്റൊരു സന്ദർഭത്തിൽ അവൻ റുബൂബിയത്ത് പൂർണ്ണമായും വിശദീകരിച്ചു തരുന്നുണ്ട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരായി ജാറംവാദികളുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ഫിർഔൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു മാത്രം എന്ന് പറയുന്നതിനെ എതിർത്തുകൊണ്ട് സാധാരണക്കാരായ ജനത്തെ ഫറോവ തന്റെ മൗലാനമാരെയൊക്കെ കൂട്ടിയിട്ടൊരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടിയ സംഭവം ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്. വനാദാ ഫിർഔനു ഫീ ഖൗമി,
വനാദാ ഫിർഔനു ഫീ ഖൗമി, ഫിർഔൻ തന്റെ ജനതയിൽ അനൗൺസ് ചെയ്തു. നാദ എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുക, വിളിച്ചു പറയുക. ഫിർഔൻ തന്റെ ജനതയിൽ അനൗൺസ് ചെയ്തു എത്രയും പെട്ടെന്നൊരു മൈതാനത്ത് ഒരുമിച്ചു കൊള്ളണമെന്ന്. നമ്മൾ കേട്ടിട്ടില്ല മഹാസമ്മേളനം? എവിടെ തൗഹീദിന്റെ പ്രബോധനം നടന്നോ അവിടെ ഷിയാക്കളുടെ മഹാസമ്മേളനം നടന്നത് കാണാം. കാണിച്ചു കൊടുത്ത മാതൃക ഫിർഔനാണ്. തൗഹീദി പ്രഭാഷണത്തിനെതിരിൽ സമൂഹത്തെ സംഘടിപ്പിച്ച് അതല്ല ശരി ഇതാണ് ശരി എന്ന് പറയാൻ ലോകത്തിന്റെ മാതൃക ഫിർഔനാണ്. പരിശുദ്ധ ഖുർആൻ വനാദാ ഫിർഔനു ഫീ ഖൗമി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്ന അള്ളാനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഫിർഔന് തോന്നി. ശരിയാണ്, എപ്പോഴും പുരോഹിതന്മാരെ രീതി ഫിർഔന്റെ രീതിയായിരിക്കും. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പാടില്ല അള്ളാഹുവിനെ പറ്റി. അതുകൊണ്ട് സംസാരം കേൾക്കാൻ അവർ സമ്മതിക്കാത്തത് അതുകൊണ്ടാണ്. എങ്ങനെ തൗഹീദി പ്രഭാഷണം കേൾക്കാൻ അവർ തടഞ്ഞു നിർത്തുന്നത് അതുകൊണ്ടാണ്. സമൂഹത്തെ പോകാൻ പാടില്ല എന്ന് പറയും. നിങ്ങൾ ധൈര്യമായിട്ട് പോ, സത്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നു പറഞ്ഞു വിടൂല. ഫറവ പേടിച്ചു. സാധാരണക്കാർക്ക് അള്ളാഹുവിനെ മനസ്സിലായി പോകുന്നുണ്ടോ എന്ന് ഫിറോൻ പേടിച്ചു. ആ പേടി മാറ്റാനാണ് ആ മഹാസമ്മേളനം വിളിച്ചു കൂട്ടിയത്. മുഖ്യപ്രഭാഷകൻ ഫിറൗനായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു നാദാ ഫിർഔനു ഫീ ഖൗമി ഖാൽ, ആ സമ്മേളനത്തിന്റെ മുഖ്യപ്രഭാഷണത്തിൽ ഫറോവ പ്രസ്താവിച്ചു യാ ഖൗമി, ഹോ എന്റെ മഹാജനങ്ങളെ. അതിന് പൊടിപ്പും തൊങ്ങലും എല്ലാം ഉണ്ടാവുമല്ലോ, അറിയാലോ നമുക്ക്. തൗഹീദി പ്രഭാഷണം, തൗഹീദിനെതിരായിട്ട് ഷീഈ വിഭാഗം, അതെങ്കിൽ അതിന്റെ പേരുള്ള മുശ്രിക്ക് അല്ലെങ്കിൽ കാഫിർ വിഭാഗം, അതിനെ ജനങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ പാടില്ല, വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ പണ്ട് പണ്ടേത് ചെയ്യും. ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് തടയും. പുരോഹിതന്മാര് പൗരോഹിത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തടയും. സാധാരണക്കാര് കല്ലും മുള്ളും ചീഞ്ഞ മുട്ടയുമായിട്ട് തടയും. അത് സാധാരണയുള്ളതാണ്, അത് സുന്നത്താണ് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ് തൗഹീദിനെതിരിൽ. അത് നടക്കും. ഇല്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് വല്ലാഹി പറ്റൂല. ഭൂലോകത്ത് ആര് വിചാരിച്ചാലും അത് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഖിയാമത്ത് നാൾ വരെ പറ്റൂല. അതുകൊണ്ട് അന്തരീക്ഷം സമാധാനമായിട്ട് നമുക്ക് തൗഹീദ് പറയാമെന്നൊന്നും ആരും കരുതണ്ട. ബഹുസ്വര സമൂഹം നേരെ ചൊവ്വയായി കഴിഞ്ഞാൽ നമുക്ക് റോഡും പാലും ഒക്കെ നന്നാക്കിയിട്ട്, തോടും പാലും റോഡൊക്കെ നന്നാക്കി, അത്യാവശ്യം ഒരു ആംബുലൻസ് വണ്ടിയും, അത്യാവശ്യം ഒരു ചക്കക്കുരുവും, അത്യാവശ്യം ഒരു ഗോതമ്പിന്റെ പൊടിയും മറിപ്പൊടിയും കാട്ടപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ കൊടുത്തിട്ട് അവരെ മനസ്സൊക്കെ ഒന്ന് കിടലാക്കി എടുത്തിട്ട് തൗഹീദ് പറയാൻ മെനക്കെട്ട വല്ലാഹി സുമ്മ വല്ലാഹി നടക്കൂല. കാരണം അള്ളാഹുവിന്റെ സുന്നത്തിനെതിരാണത്. അള്ളാഹുവിന്റെ സുന്നത്ത് എന്താണ്? അതിശക്തമായ എതിർപ്പുകൾക്കിടയിൽ തൗഹീദ് പറയുക എന്നുള്ളതാണ് അള്ളാന്റെ സുന്നത്ത്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹു ഒരിക്കലും തന്റെ സുന്നത്ത് മാറ്റുകയില്ല. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല, ഒരിക്കലും അള്ളാഹു അവന്റെ സുന്നത്തിനെ തിരിച്ചു കളയുകയില്ല. അള്ളാഹു ആ സുന്നത്ത് നടപ്പിലാക്കിയിരിക്കും. 9000 കൊല്ലം മുമ്പ് നൂഹ് നബിന്റെ കാലത്ത് നടപ്പിലാക്കിയ സുന്നത്ത്, 7000 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിന്റെ കാലത്ത് നടപ്പിലാക്കിയ സുന്നത്ത്, 4000 കൊല്ലം മുമ്പ് മൂസ നബിന്റെ കാലത്ത് നടപ്പിലാക്കിയ സുന്നത്ത്, 2000 കൊല്ലം മുമ്പ് ഈസ നബിന്റെ കാലത്ത് നടപ്പിലാക്കിയ സുന്നത്ത്, 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബിന്റെ കാലത്ത് നടപ്പിലാക്കിയ സുന്നത്ത് ഇപ്പോഴും അത് തുടരുന്നു. ലോകാവസാനം വരെ അത് തുടരും. സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുന്നത് വരെ തുടരും. അതുകൊണ്ട് ഇല്ലാണ്ടാക്കി അതൊക്കെ റെഡിയായി, ജനങ്ങളൊക്കെ ഒന്ന് പാകമായി, ജനങ്ങൾക്കൊക്കെ പാൽപ്പായസമൊക്കെ വെച്ചു കൊടുത്ത് ജനങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയറാക്കി എല്ലാവരും നമ്മളൊന്ന് അംഗീകരിച്ച് നമ്മൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം തൗഹീദ് പറയാൻ ലോകാവസാനം 1-ാം തീയതി വരെ നിങ്ങൾക്ക് തൗഹീദ് പറയാൻ കഴിയില്ല. ഇത് വേറെ തന്നെ പോകുന്ന ഒരു ചാനലാണ്. ഇത് വേറെ തന്നെ ഒരു സ്പെഷ്യൽ ചാനൽ. ആ വഴിക്ക് തന്നെ സഞ്ചരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും ആ രീതി, ആ സുന്നത്ത്, ആ നടപടിക്രമമാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ആ നടപടിക്രമത്തിന്റെ ഇടയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അള്ളാഹുവിന്റെ തർത്തീബിൽപ്പെട്ടതാണ്. ഫിർഔൻ തന്റെ ജനങ്ങൾക്ക് അവരെ മനസ്സ് മാറ്റാൻ വേണ്ടി നടത്തിയ സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണത്തിൽ ഫിർഔൻ പറഞ്ഞ വാക്കിൽ അവന്റെ റുബൂബിയ്യത്തിന്റെ പരിമിതി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് ഫിർഔൻ പറഞ്ഞില്ലേ. പിന്നെ റബ്ബ് വാദം നടന്നിട്ടില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ ആശയക്കുഴപ്പത്തിലൊന്നും ആവണ്ട. അതിന്റെ വിശദീകരണം അല്ലാഹ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖാൽ, ഫറോവ പ്രസ്താവിച്ചു തന്റെ മുഖ്യപ്രഭാഷണത്തിൽ, അലൈസ ലീ മുൽക്കു മിസ്ര, ഓ ജനങ്ങളെ, ഈ ഈജിപ്തിന്റെ ഭരണാധികാരി ഞാനല്ലേ ജനങ്ങളെ. അപ്പോൾ മുൽക്കിലുള്ള അവകാശം ഫിർഔൻ ഏറ്റെടുത്തത് ഈജിപ്തിൻ്റെത് മാത്രമാണ്. ഈജിപ്താണോ ലോകം? ഈജിപ്ത് മിസ്രാണോ ലോകം?
ലോകം അള്ളാഹു പഠിച്ചിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു കീടമല്ലേ, ഒരു സ്ഥലം, ഒരു ചെറിയ പ്രദേശം ഈജിപ്ത്, അതിന്റെ മാലിക്കാണ് ഞാനെന്നാണ് ഫിറോൻ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ മുൽക്ക് ഫിറോൻ ബാധിച്ചിട്ടില്ല, ഞാനാണ് മുൽക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഫിറോൻ പറഞ്ഞത് ഈ ഈജിപ്ത് ഭരിക്കുന്നത് ഞാനല്ലേ ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ര. രണ്ടാമത് പറഞ്ഞത് എന്താണ്? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ നൈൽ നദിയും ചെങ്കടലുമൊക്കെ ഒഴുകുന്നത് എന്റെ കൺട്രോളിലല്ലേ ജനങ്ങളെ. വഹാദിഹിൽ അൻഹാർ, ഈ നദികൾ, ചെങ്കടലും നൈൽ നദിയുമാണ് ഈജിപ്തിലെ പ്രധാനപ്പെട്ട കടലും പുഴയും. ഇത് തജ്രി, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മിൻ തഹ്തി, എന്റെ കൺട്രോളിലാണ് ജനങ്ങളെ. അപ്പൊ തദ്ബീർ, അള്ളാഹുവിന് അവകാശപ്പെട്ട തദ്ബീർ ഫിറോൻ ബാധിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല. ചെങ്കടലിന്റെ ഈ നൈലതിന്റെ ഈ ഉത്തരവാദിത്തം മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ, ഞാനാണ് റബ്ബ് എന്ന കാര്യം. അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്കെന്താ അകക്കണ്ണ് കണ്ടുകൂടെ എന്നും കൂടി ചോദിക്കുന്നുണ്ട് കക്ഷി ആ കൂട്ടത്തിൽ. ഫറോവ പ്രസംഗിക്കുമ്പോൾ അവസാനം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്ന ഒരു വിഷയം അള്ളാഹു തആല എടുത്ത് പറയുന്നു ഖുർആൻ ഷരീഫിൽ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്കെന്താ അകക്കണ്ണ് കണ്ടുകൂടെ, ഞാൻ കൺട്രോൾ ചെയ്യുന്ന കാണുന്നില്ലേ, ചെങ്കടലിൽ ഒഴുകുന്ന കാണുന്നില്ലേ എന്റെ കൺട്രോളില് അല്ല എന്ന് അല്ലാഹു തആല സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ചെങ്കടൽ വഴി ഫലസ്തീനിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ ഫറോവയും തന്റെ ജനങ്ങളും പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറഞ്ഞു, ഫിറൗൻ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് കടല് പിളർന്നിരിക്കുന്നത്, മൂസക്ക് വേണ്ടിയിട്ടല്ല, അത് മൂസ ഉപയോഗപ്പെടുത്തിയതാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അല്ലാഹു പൊട്ടനാക്കിയ അങ്ങനെയാ, അല്ലൊരാളെ പൊട്ടനാക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെയാ. ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു ജനങ്ങളോട്. ഫിറോനും ഇറങ്ങി, ജനങ്ങളും പറഞ്ഞു. ഫറോവ കുടുംബത്തെ ഞാൻ മുക്കി കൊല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഇപ്പോൾ ആയിരിക്കാ റുബൂബിയത്ത്? ഇപ്പൊ ചെങ്കടലിന്റെ റബ്ബാരായി, ഇപ്പം നൈൽ നദിയുടെ റബ്ബാരായി. ഇതാണ് അവരുടെ കള്ളമായ റുബൂബിയത്ത് വാദം. ഈ വാദം തന്നെയാണ് ഇന്നും പുരോഹിതന്മാർ അടിച്ചേൽപ്പിക്കുന്ന വാദം. ഇന്ന തങ്ങളാണ് ആകാശം കാക്കുന്നത്, ഇന്ന വലിയാണ് ഭൂമി കാക്കുന്നത്, ഇന്ന വലിയാണ് കടല് കാക്കുന്നത്, ഇന്ന ശൈഖാണ് കൃഷി കാക്കുന്നത്. ഇതൊക്കെ ഫറോവ പണ്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച കള്ളമായ വാദം ഇന്ന് പുരോഹിതന്മാരെ ഏറ്റെടുത്ത് സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതാണ് യഥാർത്ഥ ശിയയ്യത്ത്. നാം ഷിയാക്കൾ എന്ന് പറയുന്നത് അവരെയാണ്. അത് ലോകാവസാനം വരെ ആ സംവിധാനം തുടരും. മറുപക്ഷത്ത് തൗഹീദി പ്രബോധനം വളരെ ശക്തമായി അതും തുടരും ഇൻഷാ അല്ലാഹ്. റിസൾട്ട് എന്താണെന്ന് അറിയേണ്ട ആവശ്യം നമുക്കില്ല. നാളെ ആഖിറത്തിലെത്തിയാൽ റിസൾട്ട് അല്ലാഹ് ചോദിക്കുന്ന പ്രശ്നമില്ല. നീ ഇത്രമാത്രം ഗർജിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന പ്രശ്നമില്ല. നീ വല്ലതും പറഞ്ഞോ ജനങ്ങളോട് അല്ലാഹ്ക്ക് അറിയേണ്ടതുള്ളൂ. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. വമാ അലർ റസൂൽ, നമ്മുടെ റസൂലിന് ഉത്തരവാദിത്വമില്ല, ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തമല്ലാതെ നമ്മുടെ റസൂലിന് വേറെ ഒരു ജോലിയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ആക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ലോകത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം ജനം അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ നിഷേധിച്ചിരുന്നില്ല. ഇനി അവസാന കാലഘട്ടത്തിലേക്ക് വാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് വാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുൻ നബിയുമായിട്ട് വരുന്നത് ഖുറൈശി സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. ലോകത്തിന്റെ പ്രവാചകൻ, അതിന്റെ ഉദ്ഘാടനം ഖുറൈശി സമൂഹത്തിലാണ്. ഖുറൈശി സമൂഹം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തനുസരിച്ച് തുടർച്ചയായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഖുറൈശികൾ. നമുക്കറിയാം, ഇസ്രായേലി സമൂഹത്തിലുള്ളതുപോലെ ഒരുപാട് പ്രവാചകന്മാർ ഖുറൈശി സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പാരമ്പര്യം പരിശോധിക്കണം. 3 രീതിയിൽ അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബ പാരമ്പര്യം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്ന രീതി ഏതാണ്ടൊക്കെ സനദൊത്തതാണ്, ഉലമാക്കൾ ഏകോപിച്ച അഭിപ്രായ വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തിയതാണ്. രണ്ടാമത്തത് അത്യാവശ്യമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വരാം. മൂന്നാമത്തതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ഒന്നാമത്തത് അഷ്റഫുൽ ഖൽഖിന്റെ ബാപ്പ അബ്ദുള്ള മുതൽ അദ്നാൻ വരെയുള്ള 20 ഉപ്പാപ്പന്മാരുടെ അഡ്രസ്സാണ്. അബ്ദുള്ള മുതൽ അദ്നാൻ വരെയുള്ള 20 ഉപ്പാപ്പന്മാരുടെ അഡ്രസ്. അത് ഏതാണ്ടൊക്കെ താരീഖിന്റെ ഉലമാക്കൾ സനദോടുകൂടി തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്,
അങ്ങനെ പോകും അഷ്റഫുൽ ഖൽക്കിന്റെ ഉപ്പൂപ്പമാര് അദ്നാൻ വരെ. അദ്നാനിൽ നിന്ന് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ളതാണ് രണ്ടാമത്തെ പരമ്പര. അഷ്റഫുൽ ഖൽക്കിന്റെ കുടുംബ പരമ്പര രണ്ടാമത്തെ ചാനൽ അതാണ്. അദ്നാൻ എന്ന ഉപ്പാപ്പയിൽ നിന്ന് ഇസ്മായിൽ നബിയിലെത്തണം. അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചാനൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കാണ്. അങ്ങനെ ആദമിൽ നിന്ന് ഇസ്മായിൽ വരെ, ഇസ്മായിലിൽ നിന്ന് അദ്നാൻ വരെ, അദ്നാനിൽ നിന്ന് അബ്ദുള്ള വരെ. സുബ്ഹാനല്ലാഹ്, ഇത്ര കൃകൃത്യമായി മനുഷ്യനോളം, മനുഷ്യാസ്തിത്വത്തോളം, മനുഷ്യോൽപത്തിയോളം ചെന്നെത്തുന്ന ഒരു പാരമ്പര്യം ലോകത്തൊരാളെ സംബന്ധിച്ചും വ്യക്തമാക്കിയിട്ട് ഇനി അങ്ങോട്ട് സാധിക്കുകയുമില്ല. അത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിൽ ഒരു മഹത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്മായിലിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള കാലഘട്ടത്തെ നാം ഗണിച്ചു നോക്കിയാൽ ഏതാണ്ട് ഒരു 4000 കൊല്ലത്തിന്റെ കണക്ക് നമുക്ക് കാണാൻ പറ്റും. അഷ്റഫുൽ ഖൽഖ് വരെ നമ്മുടെ കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഒരു 5500 6000 കൊല്ലത്തിന്റെ കണക്കിലെത്തും. കണക്കൊക്കെ നമുക്ക് പിന്നെ കണക്കൂട്ടി പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഈ 4000 കൊല്ലത്തിന്റെ ഇടയിൽ ഇസ്മായിൽ നബി അല്ലാതെ വേറൊരു നബി ചരിത്രത്തിൽ വന്നതായിട്ട് നാം കാണുന്നില്ല. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇടയിൽ ഈ 4000-3500 കൊല്ലത്തിന്റെ ഇടയിൽ വേറൊരു റസൂലോ നബിയോ വന്നതായിട്ട് നാം കാണുന്നില്ല. എന്തുകൊണ്ട്? അത്ര സ്പഷ്ടവും വ്യക്തവുമായിരുന്നു ഇബ്രാഹിമി മില്ലത്ത്, ഇബ്രാഹിമി റിസാലത്ത്. അതേ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിന്റെ വേറൊരു മകനാണ് ഇസ്ഹാഖിന്റെ മക്കൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒന്ന് ബനു ഇസ്മായിൽ, മറ്റേത് ബനു ഇസ്ഹാഖ്. ബനു ഇസ്മായിൽ മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ എത്തിച്ചേർന്നു, ഇസ്ഹാഖ് ഖുറൈശിൽ എത്തിച്ചേരുന്നു. ബനു ഇസ്ഹാഖ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ വഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ലോക ചരിത്രത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്താൻ ഷോർട്ടായിട്ടൊരു വാക്ക് പറഞ്ഞു. ഇന്നല്ലാഹ ഇസ്തഫാ ആദം, മനുഷ്യരിൽ ആദ്യം ആദമിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. വനൂഹൻ, പിന്നെ നൂഹിനെ തെരഞ്ഞെടുത്തു രണ്ടാം ഘട്ടമായിട്ട്. അതിൽ നിന്നാണ് ശാഖോപശാഖകളായിട്ട് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മൂന്നാമതായിട്ട് വാല ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബത്തെ തെരഞ്ഞെടുത്തു. വാല ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബത്തെയും തെരഞ്ഞെടുത്തു. ഇമ്രാന്റെ കുടുംബം മീൻസ് ഇസ്രായേലി സമൂഹത്തിൽ ഈസ നബിയിലേക്ക് എത്തിച്ചേർന്നത് ഇമ്രാന്റെ കുടുംബമാണ്. ഇവിടെ ഇസ്ഹാഖ് നബി മുതൽ ഈസ നബി വരെ 10000-കണക്കിന് നബിമാർ വന്നിട്ടുണ്ട് ഇസ്രായേലിക്ക്. ഇസ്ഹാഖ് നബി മുതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെ 100-കണക്കിന് റസൂലുകളും 10000-കണക്കിന് നബിമാരും വന്നിട്ടുണ്ട്. എന്നാൽ മറ്റേ ചാനലിലോ ഇസ്മായിലിന് ശേഷം വന്നത് ആകെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാത്രമാണ്. എന്താണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്? അടിക്കടി ആശയം മാറുകയും അടിക്കടി ജാറങ്ങൾ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിക്കുകയും തരീഖത്തുകളും ശൈഖുകളെയും ഭരണാധികാരികളെയും വെച്ചുകൊണ്ട് അതാത് കാലഘട്ടത്തിലെ റിസാലത്തിനെ പൊളിക്കുകയും ചെയ്തു ഇസ്രായേലി സമൂഹം. അല്ലാഹു തആല ഇസ്രായേലികളെ പരിചയപ്പെടുത്തുന്നത് ഖുർആൻ ശരീഫിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇബ്രാഹിമി പാരമ്പര്യക്കാര് അങ്ങനെ പൊളിക്കാൻ നിന്നിട്ടില്ല. ഇബ്രാഹിം പാരമ്പര്യക്കാര് മുഹമ്മദ് മുസ്തഫ തങ്ങൾ നബിയാകുന്നത് വരെയും 4000 കൊല്ലത്തോളം ഇസ്ലാമിനെ കാത്തു സൂക്ഷിച്ചവരായിരുന്നു അവർ. അല്ലറ ചില്ലറ വേർതിരിവുകളോടുകൂടി. നിങ്ങൾ മനസ്സിലാക്കണം, ഏതാണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഏതാണ്ട് ഒരു 3000-3500 കൊല്ലത്തോളം ചരിത്രം പരിശോധിച്ചാൽ കഅബാലയത്തിന് ചുറ്റും ജാറങ്ങളോ ശൈഖുകളോ വലിയുകളെയോ നാം കാണുന്നില്ല. ഖുസൈന്റെ കാലം മുതലാണ് കഅബാലയത്തിന് ചുറ്റും ബിംബങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. ഖുസൈ എന്നത് റസൂലുള്ളാഹി തങ്ങളുടെ 6ാമത്തെ ഉപ്പാപ്പ, 5ാമത്തെ ഉപ്പാപ്പ. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ 5ാമത്തെ ഉപ്പാപ്പയാണ്. ഖുസൈ ആയിരുന്നു ഖുറൈശി തറവാട്ടിലെ കേമനും ബിസിനസ്സുകാരനും കച്ചവടക്കാരനും മുതലാളിയും ഒക്കെ. ഖുസൈ ആയിരുന്നു. അതൊക്കെ നമുക്ക് നിബിതങ്ങളുടെ കുടുംബചരിത്രമൊക്കെ പറയാൻ അല്ലാഹ് അവസരം തന്നാൽ നമുക്കന്ന് വിശദീകരിക്കാം. കഅബാലയത്തെ വിപുലപ്പെടുത്തിയതും കഅബാലയത്തിന്റെ പരിസരത്ത് ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കി ഖുറൈശി തറവാട്ടുകാരെ ആ വീട്ടിന് ചുറ്റും താമസിപ്പിച്ചതും അതേപോലെ തന്നെ റോമൻ പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് ഭയങ്കരമായ ബിസിനസ് ശൃംഖലകളെ ഉണ്ടാക്കിയെടുത്തുമൊക്കെ ഈ 5ാമത്തെ ഉപ്പാപ്പ ഖുസൈയ.
അങ്ങനെയാണ് പേർഷ്യൻ രാജ്യങ്ങളുമായി അതേപോലെ റോമൻ രാജ്യങ്ങളുമായി ഈ ഖുസൈന് ബന്ധം. ആ കാലഘട്ടത്തിലാണ് മക്കായിലേക്ക് കച്ചവട സംഘങ്ങൾ ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകാനും വരാനും തുടങ്ങിയത്. ആ സമയത്താണ് മഹദി മഹാന്മാരുടെ ഓർമ്മക്കായി ശവകുടീരങ്ങൾ പണിത്, ജാറങ്ങൾ പണിത് അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ തുടങ്ങിയത് ഖുസൈന്റെ കാലത്തോടുകൂടിയാണ്. അഥവാ അഷ്റഫുൽ ഖൽഖ് ജനിക്കുന്നതിന്റെ ഏതാണ്ട് ഒരു 400-500 കൊല്ലം മുമ്പ്. ഇതൊക്കെയാണെങ്കിലും അബൂജഹലോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ? അബൂജഹലോട് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ, നിങ്ങൾ എന്തിനാണ് അല്ലാഹു അല്ലാത്ത ഈ ശക്തികളെ, ഈ തങ്ങന്മാരെ, ഈ ജാറങ്ങളെ, ഈ ബീവിമാരെ, ഈ ബാവമാരെ, ഈ അസ്ലാമുകളെ, ഈ ബിംബങ്ങളെ, ഈ പ്രതിബിംബങ്ങളെ, ഈ പ്രതീകങ്ങളെയൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അല്ലാഹുവിനെ കൂടാതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താണ്? ഖുറൈശികൾ പറഞ്ഞ മറുപടി, ഹബീബോട് പറഞ്ഞ മറുപടി. അപ്പൊ കാലം, നിബിതങ്ങളുടെ കാലം തന്നെയായി. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. കൃത്യമാണ് മറുപടി. എന്താണ് അബൂജഹൽ പറഞ്ഞത്? എന്താ ഉത്ബത്ത് പറഞ്ഞത്? ഈ ഷീഈ മൊല്ലമാര് പറയുന്ന അതേ വാക്കുകൾ. എന്താണ് ഇന്ന് ഷീഈ മൊല്ലമാര് പറയുന്നത്? ജാറം സ്ഥാപിക്കാൻ മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല, ഞങ്ങൾ അവരോട് ദുആ ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളെ അല്ലാഹുവിലേക്ക് അവര് അടുപ്പിച്ചു തരാൻ വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല. ക്ലിയറാണല്ലോ അബൂജഹലിന്റെ മറുപടി. മാ നഅ്ബുദുഹും, അവർക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, അഥവാ അവരോട് ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല, അവരോട് ഞങ്ങൾ സഹായത്തിന് ചോദിക്കുന്നില്ല, എന്തിനു വേണ്ടിയല്ലാതെ അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഒന്ന് അടുപ്പിച്ചു തരണം എന്ന ആവശ്യത്തിന് വേണ്ടിയല്ലാതെ. അപ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഖുറൈശി സമൂഹത്തിന്റെ വിശ്വാസത്തിലെ അടിസ്ഥാന കേന്ദ്രം അല്ലാഹു ആണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ ലിയുഖർരിബൂനാ ഇലല്ലാഹി എന്ന വാക്കിന് എന്ത് പ്രസക്തിയുള്ളത്? അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. വേറെ ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ സാങ്കല്പികമാണ്, അതിശയോക്തി എന്നൊക്കെ പറയാം. അല്ലാഹു ആണ് പറഞ്ഞു തരുന്നത്. അവര് പറഞ്ഞ മറുപടി വേറൊരു സൂറത്തിൽ എന്താ അവര് പറഞ്ഞത്? ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്. അതെന്നെ ആധുനിക മല്ലമാരും പറയുന്നത്. ഹൗലായി കൂട്ടർ ശുഫആഉനാ, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ. നീ എന്തിനാ ഇന്ന് അജ്മീറിലേക്ക് പോയത്? അജ്മീറിലെ തങ്ങൾക്ക് കഴിവൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവരോടെല്ലാം നമ്മൾ ചോദിക്കുന്നത്, പിന്നെന്തിനാ നീ പോയത്? അവര് വലിയ ആളല്ലേ, അവര് നമുക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് പറഞ്ഞാൽ മതി. എന്നോട് സ്നേഹമുള്ള ആളാണ് ഈ വന്നിരിക്കുന്നത്, എന്നോട് സ്നേഹമുള്ള ഒരാളാണ് അല്ലാഹുവേ, അതുകൊണ്ട് നീ അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം, അവന്റെ കേസൊന്നൊന്ന് ശരിയാക്കി കൊടുക്കണം, അവൻ കള്ളനാണെങ്കിലും പിന്നെ ജയിലിൽ നിന്നൊന്ന് ഒഴിവാക്കി കൊടുക്കണം, അവൻ ടിക്കറ്റില്ലാണ്ട് വിമാനത്തിൽ കയറിയതാണെങ്കിലും ഒന്ന് ആക്കി കൊടുക്കണം. ഈ കള്ളന്മാർക്ക് ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്യുന്നവർക്കും ശുപാർശ പറയലാണോ ഔലിയാക്കന്മാരെ ജോലി? ഇപ്പൊ അടുത്ത കുറെ കറാമത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരാൾ ടിക്കറ്റ് ഇല്ലാണ്ടും പാസ്പോർട്ട് ഇല്ലാണ്ട് വിമാനത്തിൽ കയറി, അയാൾ ഉംറയും ചെയ്തിട്ട് തിരിച്ചു വന്നു ഈ തങ്ങളെ വർക്കത്തുകൊണ്ട്. അതേപോലെ തന്നെ ജയിലിൽ പോയ ഒരാള്, ജയിലർമാരൊന്നും അറിയാണ്ട് അയാൾ നാട്ടിലെത്തി എന്ന് വെച്ചാൽ അച്ചി കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടുപിടിക്കലാണ് ഇവരെ ജോലി എന്നല്ലേ അതിന്റെ മഫ്ഹൂം മുഖാലഫ, അതിന്റെ മറുപടി എന്നല്ല മനസ്സിലാകുന്നത്. അതന്നെയാണ് അന്ന് അബൂജഹലും ബാക്കിയും പറഞ്ഞത്. ഞങ്ങളും കുടിയന്മാരാണ്, ഞങ്ങൾ ഖത്തൽന ഫാക്സർന, ഒരുപാട് കൊന്നിട്ടുണ്ട്, ദനൈന ഫാക്സർന, ഒരുപാട് സിന ചെയ്തിട്ടുണ്ട്, സറഖിന ഫാക്സർന, ഒരുപാട് കട്ടിട്ടുണ്ട്, മുഹമ്മദ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ പറയുന്ന ദീനനുസരിച്ചാൽ, നീ പറയുന്ന അല്ലാഹ് മാത്രമെന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്ക് വിട്ടുകിട്ടുമോ? അപ്പോഴാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പറഞ്ഞത് മുഴുവനത്തിനെയും മായ്പിച്ചു കളയും. ഈ കൂട്ടർ അന്ന് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളോട് ഇങ്ങനെ തോന്നിയവാസം ചെയ്ത ഞങ്ങൾ അല്ലാഹുവായിട്ട് ഞങ്ങൾക്ക് എന്താ അടുപ്പമാണ്, ഞങ്ങൾ വിളിച്ച അല്ലാഹ് കേൾക്കോ, ഞങ്ങളെ പരിഗണിക്കോ അല്ലാഹ്, ഞങ്ങളെ ദുആ കേൾക്കോ അല്ലാഹ്? ഇല്ല, അതുകൊണ്ട് അല്ലാഹനെ വിളിച്ച ഞങ്ങൾക്ക് ഒരു പരിഗണന ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കൂട്ടർ ഞങ്ങൾ ഈ കഅബാലയത്തിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന ജാറങ്ങളിൽ അധിവസിക്കുന്ന സ്മാരക പുരുഷന്മാർ, സ്മര്യ പുരുഷന്മാർ, ശുഫആഉന, ഞങ്ങളുടെ ശുപാർശകന്മാരാണ് ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ. എന്ത് വ്യത്യാസമാണ് അന്നത്തെ ഖുറൈശികളും ഇന്നത്തെ ഖുറൈശികളും തമ്മിൽ ഈ വർത്താനത്തിന്റെ കാര്യത്തിൽ? എന്താ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്? പക്ഷെ തിരിച്ചറിയണമെങ്കിൽ ഹിദായത്ത് ഷർത്താണ്. അത് അള്ളാഹുവിന്റെ പ്രത്യേക അനുവാദം വേണം തിരിച്ചറിയാൻ, എല്ലാവർക്കും സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിൽ, വലൗ ശിഇനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി
ലഅംലഅന്ന ജഹന്നം മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. അല്ലാഹു അക്ബർ. അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് തൗഹീദ് അംഗീകരിക്കാൻ ജീവിതത്തിന്റെ വയസ്സുകാലത്താണെങ്കിലും ശരി, അത് അംഗീകരിച്ച് എനിക്ക് എന്നെ എന്റെ അല്ലാഹ് മതി. ഹസ്ബിയല്ലാഹ് അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അർശിന്റെ റബ്ബാണ് എന്റെ അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്നൊരു തീരുമാനം നീ എടുക്കിൻ, തീർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ ഒരാൾ തീരുമാനിച്ചു എന്നതുകൊണ്ടും സാമർഥ്യം കൊണ്ടൊന്നും അങ്ങനെ നോക്കണ്ട. അല്ലാഹുവിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആവശ്യമാണ്. സംഭവങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്ത ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അറിയും നമ്മളെ വില. അല്ലാഹു മാത്രം എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ വില അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കാം. ഇവിടെ അല്ലാഹ് പറഞ്ഞ എന്താണ്? വലൗ ശിഅനാ, ഞാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, ലആതൈനാ, തീർച്ചയായും നാം നൽകട്ടെയായിരുന്നു, കുല്ല നഫ്സിൻ, സകല മനുഷ്യർക്കും, ഹുദാഹ, അല്ലാഹുവിൽ ചെന്നെത്താനുള്ള വഴി നാം കൊടുക്കട്ടെയായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു വലാകിൻ, പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എന്റെ തീരുമാനം നേരത്തെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ലഅംലഅന്ന ജഹന്നം, തീർച്ചയായും നരകത്തെ ഞാൻ നിറക്കും, മിനൽ ജിന്ന, ജിന്നുവർഗത്തിൽ നിന്ന്, വൽ ഇൻസ്, മനുഷ്യവർഗത്തിൽ, മിനൽ ജിന്ന, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി, മനുഷ്യവർഗത്തിൽ നിന്നും, അജ്മഈൻ, മൊത്തത്തിൽ നരകം നിറക്കുമെന്ന് എന്റെ തീരുമാനമാണ്. അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വഖൂദുഹന്നാസ് വഖൂദുഹാ, നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറക്, കൂദ് എന്ന് പറഞ്ഞാൽ വിറക്, വഖൂദുഹന്നാസ് മനുഷ്യരാണ്, വൽ ഹിജാറ കല്ലുകളുമാണ്, പാറക്കല്ലുകളുമാണ്. ഖുർആൻ നേർക്ക് നേരെ അങ്ങ് അർത്ഥം വെച്ച് പഠിച്ചാൽ മതി. തലതിരിഞ്ഞോന്റെ അർത്ഥം ഒന്നും കേട്ടിട്ട് കുലുമാലാകണ്ട. ബുദ്ധി അനുസരിച്ചും സയൻസ് അനുസരിച്ചൊന്നും ഖുർആനെ വ്യാഖ്യാനിച്ച് വിശ്വാസിയാകാൻ പറ്റൂല. വിശ്വാസിയാകണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സഹാബാക്കൾക്ക് എന്താണോ പറഞ്ഞു കൊടുത്തത്, സഹാബാക്കൾ നമുക്ക് എന്താണോ പറഞ്ഞു തന്നത്, അത് അതേപോലെ അംഗീകരിച്ചാൽ ഇസ്തിഖാമത്തോടെ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകാം. ഇല്ലേ, മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇസ്തിഖാമ അല്ലെങ്കിൽ ഹിദായത്ത് സസ്പെൻഡ് ആയെന്ന് വരും, അല്ലെങ്കിൽ ഡിസ്മിസ് ആയെന്ന് വരും. രണ്ടിനെ തൊട്ടും അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എത്ര ബോധ്യപ്പെട്ടാലും അംഗീകരിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അഷ്റഫുൽ ഖൽഖിന്റെ മൂത്താപ്പൻ 100% യോഗ്യനാണ്, പക്ഷെ അല്ലാഹ് സെലക്ട് ചെയ്തില്ല. അതുകൊണ്ട് നരകത്തിലേക്ക് പോയി അബൂ താലിബ്. അന്നത്തെ ചുറ്റുപാടിൽ ഖത്താബിന്റെ മകൻ ഉമറിന് ഒരു യോഗ്യതയുമില്ല, പക്ഷെ അല്ലാഹു സെലക്ട് ചെയ്തു. അതുകൊണ്ട് ഉമറുൽ ഖത്താബും സ്വർഗത്തിലേക്കും പോയി. എന്താണ് നമുക്ക് പറയാനുള്ളത്? അബൂ താലിബ് നരകത്തിലേക്ക് പോയതിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഖത്താബിന്റെ മകൻ ഉമർ സ്വർഗത്തിലേക്ക് പോയതിനെ പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളത്? മശീഅത്തുല്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനം. ആ തീരുമാനം അനുകൂലമാക്കിയെടുക്കാൻ എന്താണ് വേണ്ടത്? ദുആ വർദ്ധിപ്പിക്കുക, എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇശ്റഹ് സദ്രി ലിൽ ഇസ്ലാം, ഏ അല്ലാഹ് എന്റെ ഖൽബ് ഇസ്ലാമിന് വേണ്ടി നീ തുറന്നുതാ അല്ലാഹ്. അല്ലാഹുമ്മ ഇശ്റഹ് സദ്രി ലിൽ ഇസ്ലാം വഹബ്ബിബ് ഇലയ്യൽ ഈമാൻ, ഈമാൻ എനിക്ക് ഇഷ്ടമുള്ള എന്റെ പ്രേമമാക്കിത്താ അല്ലാഹ്. ഈമാൻ എനിക്ക് പ്രേമമുള്ളതാക്കിത്താ അല്ലാഹ്, ഹുബ്ബുള്ളതാക്കിത്താ അല്ലാഹ്. വസയ്യിൻഹു ഫീ ഖൽബി, ഈമാൻ അതെന്റെ ഹൃദയത്തിന് പ്രകാശമുള്ളതാക്കിത്താ അല്ലാഹ്. വകയ്യിഹ് ഇലയ്യ, എനിക്ക് വെറുപ്പുള്ളതാക്കിത്താ അൽ കുഫ്ര, കുഫ്ർ നിഷേധം, വൽ ഫുസൂഖ പാപങ്ങൾ ചെയ്യൽ, വൽ ഇസ്യാൻ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യൽ, ഇതൊക്കെ എനിക്ക് വെറുപ്പുള്ളത് നീയാക്കിത്താ. ഖൽബ് നിന്റെ കയ്യിലാണല്ലോ. അതെ, അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹോ ഖൽബുകളെ മറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തി തരണേ അല്ലാഹുവേ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമെന്ന്, റസൂലുള്ളാഹി ദുആ ചെയ്യുന്നു, നമ്മളെ കാര്യം പറയണം. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗഭാഗ്യം കൊടുക്കാമെന്നേറ്റത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു റബ്ബാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നില്ല ഖുറൈശികൾക്ക്.
അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ മാലിക് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നില്ല. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ ഖാലിഖ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നില്ല. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നില്ല. മറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഇതൊക്കെ അള്ളാഹുവാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന അവസ്ഥക്ക് നിങ്ങളായ അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. അത് പറയാനാണ് മുഹമ്മദ് നബി വന്നത്. മുഹമ്മദ് നബി തങ്ങൾ നബിയായിട്ട് വന്നത് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാനല്ല, ഇങ്ങനെ ഒരു അള്ള ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനല്ല, അള്ളാന്റെ വുജൂദ് പറഞ്ഞു കൊടുക്കാനല്ല. അത് അംഗീകരിക്കുന്നവരാണ് അവർ. അതേപോലെ തന്നെ അള്ളാന്റെ റുബൂബിയത്ത്, അള്ളാഹുവിന്റെ മാലിക്കിയത്ത്, ഉടമസ്ഥതാധികാരം പറഞ്ഞു കൊടുക്കാൻ വന്നതല്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഖാലിഖിയത്ത്, നിർമ്മാണാധികാരം പറഞ്ഞു കൊടുക്കാൻ വന്നതുമല്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ തദ്ബീരിയത്ത്, നിയന്ത്രണാധികാരം അത് പറഞ്ഞു കൊടുക്കാനുമല്ല മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത്. ഖുറൈശി സമൂഹം അത് അംഗീകരിക്കുന്നവരാണ്. അവരോട് ചോദിക്കുമ്പോഴെല്ലാം എന്ന് തന്നെയാണ് അവരെ മറുപടി. അതും അല്ല തന്നെ, അതല്ല തന്നെ, അതല്ല തന്നെ. ഇത് ഖുർആൻ പറഞ്ഞ മറുപടിയാണ്. പിന്നെ ഏത് കാര്യത്തിലാണ് അഷ്റഫുൽ ഹഖ് മെനക്കെടേണ്ടി വന്നത്? നിങ്ങൾ ഈ പറയുന്ന റബ്ബ് അല്ലാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇലാഹ് ആയ അല്ലാഹു മാത്രമാണെന്ന് എന്താണ് അംഗീകരിക്കാത്തത്? ഇലാഹ് എന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ എന്നതെന്താ നിങ്ങൾ അംഗീകരിക്കാത്തത്? റുബൂബിയത്ത് ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ്, അതവർ അംഗീകരിക്കുന്നുണ്ട്. അങ്ങോട്ട് കൊടുക്കേണ്ടത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, അതാണ് ഉലൂഹിയത്ത്. അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവിടെയാണ് അടിയുടിയും തുടങ്ങിയത്, അവിടെയാണ് ബദ്റുഹുദും തുടങ്ങിയത്. ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വിഷയം, അള്ളാഹുവിന്റെ കൺട്രോളിലാണ് ലോകത്തിന്റെ മനുഷ്യരുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും. അതെ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക കാര്യത്തിലും പൂർണ്ണമായും ഇടപെടേണ്ടവൻ അള്ളാഹുവാണ്. അന്നിടപെട്ടതും അള്ളാഹുവാണ്, ഇന്നിടപെട്ടുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്, ഇനി അങ്ങോട്ട് ഇടപെടേണ്ടതും അള്ളാഹുവാണ്. ലോകത്തെ രാഷ്ട്രീയമായ മാറ്റങ്ങൾ വരാം. രാഷ്ട്രീയ നിശ്ചയികളിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അഷ്റഫുൽ ഖൽക്കിന്റെ നിയോഗത്തിന് മുമ്പ് നടന്ന അഷ്റഫുൽ ഖൽക്കിന്റെ ജനനത്തിന് അഷ്റഫുൽ ഖൽക്ക് മദീനയിലെത്തുന്നതിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ നബിയും റസൂലുമായി വന്നതിന് ശേഷം റോമക്കാരും പേർഷ്യക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രങ്ങൾ, അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയം, അതാത് കാലഘട്ടത്തെ രാജ്യം ഭരിക്കുന്നവരുടെ ഭരണം എന്നിത്യാദി കാര്യങ്ങളിൽ അള്ളാഹ്ക്ക് കൃത്യമായ ഇടപെടലുകളുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലേ? റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ ഏറ്റുമുട്ടി അഷ്റഫുൽ ഖൽക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മക്ക മുക്കറമയിൽ. പേർഷ്യക്കാര് മുശ്രിക്കീങ്ങളാണ്, തീ ആരാധിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് പകരം തീയാണ് എന്ന് വാദിക്കുന്നവരാണ്. തീയുടെ ജോലി തീ, പ്രകാശം, ഇരുട്ടിന്റെ റബ്ബ് വേറെ, വെളിച്ചത്തിന്റെ റബ്ബ് വേറെ. തീ, വെളിച്ചത്തെ നിയന്ത്രിക്കുന്ന തീ, ആ തീയാണ് ലോകത്തിന്റെ നല്ല വശങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇരുട്ട്, അതാണ് തിന്മയെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഇന്നത്തേക്കാൾ കുറച്ചാണ്. ഇന്ന് ഇതിനേക്കാളും വലുതാണ്. ഏതെങ്കിലും കടലിൽ നിന്ന് ചത്ത് നാറി പുഴുകേറി കടൽ തിരമാലകൾ അടിച്ചുകൊണ്ടുവന്ന് കരയിൽ അടിഞ്ഞിരിക്കുന്ന ശവത്തെ വലിച്ചു കീറിക്കൊണ്ടുവന്ന് പുതിയ തുണി വാങ്ങിക്കൊണ്ടുവന്നെല്ലാം കൂടി വാരിക്കെട്ടി കുഴി കുഴിച്ച് കുഴിയിലിട്ടിട്ട് പിറ്റേത്തെ കൊല്ലം 2 മീസാങ്കല്ലിട്ട്, 2ാമത്തെ കൊല്ലം നീളത്തിന് 2 കെട്ടും കെട്ടി, 3ാമത്തെ കൊല്ലം പച്ച പെയിന്റ് ഇട്ട്, 4ാമത്തെ കൊല്ലം ഷെയ്ഖുനാനിയും മൗലാനിയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് അൽഫാത്തിയ വിളിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന നാറിയ സ്വഭാവം അന്ന് ഖുറൈശിക്കൂട്ടത്തിനുണ്ടായിരുന്നില്ല. അന്ന് ഖുറൈശിക്കൂട്ടം അത്തരം ജോലികൾ ചെയ്തിരുന്നില്ല. ശവങ്ങളെ ആരാധിച്ചിരുന്നില്ല. അഡ്രസ് ഇല്ലാത്ത ആരെയും ആരാധിച്ചിരുന്നില്ല ഖുറൈശിക്കൂട്ടം. നല്ല അഡ്രസ്സുള്ള കേമന്മാരെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞ ലാത്തയെ, അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞ മനാത്തയെ, അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞ ഹുബൈലായെ, ഇവരെയൊക്കെയാണ് ഖുറൈശിക്കൂട്ടം ഇടയാളുകളായിട്ട് വിളിച്ചത്, തങ്ങളെന്ന് വിളിച്ചത്. അഡ്രസ് ഇല്ലാത്തവരാരെയും വിളിച്ചിട്ടില്ല. അവർ മാന്യന്മാരാണ് അക്കാര്യത്തിൽ ഖുറൈശികൾ. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെറുതെ വിട്ടില്ല. അല്ലാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. എല്ലാ കാലഘട്ടത്തിനും ഈ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഇടപെട്ടതിന് ഉദാഹരണമാണ്
ഈ സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പേർഷ്യക്കാരൻ റോമക്കാർ കിതാബിൽ വിശ്വസിക്കുന്നവരാണ്, അവർ ക്രിസ്ത്യാനികളാണ്, അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്, അള്ളാന്റെ ഉലൂഹിയത്തിനെയും അംഗീകരിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ഈസാ നബിയെ നബിയായിട്ടും റസൂലായിട്ടും അംഗീകരിക്കുന്നവരാണ്, ഇഞ്ചീല് കിതാബായിട്ട് അംഗീകരിക്കുന്നവരാണ് റോമക്കാര്. അതുകൊണ്ട് തന്നെ റോമക്കാര് ആകാശത്തിൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിൽ വിശ്വസിക്കുന്നവരും പേർഷ്യക്കാര് അള്ളാഹ്ക്ക് പകരം ശക്തികളെയും വ്യക്തികളെയും വസ്തുക്കളെയും ആരാധിക്കുന്നവരുമാണ്. ഇവർ തമ്മിൽ രാഷ്ട്രീയ യുദ്ധങ്ങൾ നടന്നു, റോമും പേർഷ്യയും തമ്മിൽ രൂക്ഷമായി യുദ്ധം നടന്നു. ആ സന്ദർഭത്തിൽ റോം പരാജയപ്പെടുകയും പേർഷ്യ ജയിക്കുകയും ചെയ്തു. വിവരം മക്കയിൽ അറിഞ്ഞു, വിവരം മക്കക്കാരറിഞ്ഞു. ഖുറൈശി കൂട്ടത്തിന് ആഹ്ലാദമായി. സ്വാഭാവികം, അനുകൂലികൾ രാജ്യത്തിന്റെ ഭരണാധികാരികളായിട്ട് വരുമ്പോൾ സന്തോഷിക്കുകയും പരാജയപ്പെടുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. എതിരാളികൾ പരാജയപ്പെടുമ്പോൾ സന്തോഷിക്കുകയും അധികാരത്തിലേക്ക് വരുമ്പോൾ ദുഃഖം വരികയും സ്വാഭാവിക മനുഷ്യ സഹജമാണ്. ഖുറൈശി കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പേർഷ്യയുടെ വിജയം അവർക്ക് സന്തോഷമായിരുന്നു. കാരണം ഇവരെ പോലെയാണ് ഇവരും അല്ലാഹുവല്ലാത്ത ശക്തി വ്യക്തികൾ ആരാധിക്കുന്നവരാണ്. പേർഷ്യക്കാരും അല്ലാഹുവല്ലാത്ത ശക്തി വ്യക്തികൾ ആരാധിക്കുന്നവരാണ്. അവര് ജയിച്ചെന്ന് കേട്ടപ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഭയങ്കരമായ ആഹ്ലാദം, മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി. മുസ്ലിമീങ്ങൾ ആരാണ്? അഷ്റഫുൽ ഖൽഖും വെള്ളിലെണ്ണാവുന്ന സഹാബാക്കളും റസൂലുള്ളാഹി തങ്ങളും വെല്ലെണ്ണാവുന്ന സഹാബാക്കളും. റോം തോറ്റപ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടായി. വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി. മുസ്ലിമീങ്ങൾ പ്രയാസ നബി തങ്ങളോട് പറഞ്ഞു. ഇവർ കളിയാക്കാൻ തുടങ്ങി. സ്വാഭാവികം കളിയാക്കുമല്ലോ. തന്റെ സ്വന്തം അനുയായികളെ ജയിക്കുമ്പോൾ എതിരാളികളെ കളിയാക്കല സ്വാഭാവികം. അബൂബക്കർ സിദ്ദീഖിനെ കാണുമ്പോഴൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. എവിടെ പോയി നിന്റെ റബ്ബ്, നിന്റെ അല്ലാഹ് എവിടെ പോയി? ഞങ്ങളാണ് ജയിച്ചത്, താമസമിനാ ഞങ്ങൾ ഇതും കൈയടക്കും, മുഹമ്മദ് ഞങ്ങൾ ഒന്നിച്ചു കൂടും, ഞങ്ങളുടെ കയ്യിലാണ് അധികാരം, ലോകം മുഴുവനും ഞങ്ങളുടെ കയ്യിലാണ്. ഈ സന്ദർഭത്തിൽ പ്രശ്നത്തിൽ അല്ലാഹു ഇടപെട്ടു. റോമൻ പേർഷ്യൻ സമൂഹത്തിന്റെ രാഷ്ട്രീയമായ കാര്യത്തിൽ അല്ലാഹു തആല ഇടപെട്ടു. സൂറത്തുർ റൂം അലിഫ് ലാം മീം غلبت الروم في أدنى الأرض من بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون. ألف لام ميم الله أعلم بمراده. غلبت الروم ഓ മുഹമ്മദ് നബി, റോം തോറ്റത് ശരിയാണ്. غلبت الروم, റോം പരാജയപ്പെട്ടത് ശരിയാണ്. രാഷ്ട്രീയമായി റോം തകർന്നിരിക്കുകയാണ് മുഹമ്മദ്. അവർ പറഞ്ഞത് ശരിയാണ്, അവരുടെ സന്തോഷവും ശരിയാണ്. ഈ ജയിച്ചതിന്റെ പേരിലുള്ള സന്തോഷം പേർഷ്യക്കാർ. ഫീ അദിനൽ അർളി, നിങ്ങളുടെ നാട്ടിന്റെ അടുത്ത് വെച്ച് ആ രണ്ടുപേരും കൂടി നടന്ന യുദ്ധത്തിൽ പേർഷ്യക്കാര് ജയിക്കുകയും റോമക്കാര് തോക്കുകയും ചെയ്തിരിക്കുകയാണ് മുഹമ്മദ് നബി. അല്ലാഹു തആല രാഷ്ട്രീയ സ്ഥിതിഗതികളെ സ്ഥിരീകരിച്ചു വർത്തമാനകാലത്ത്. എന്നിട്ട് അല്ലാഹു തആല ഒരു പ്രവചനം നടത്തി. വഹും, ആ റോമക്കാര് മിൻ ബഅദി ഗലബിഹിം, പരാജയത്തിന് ശേഷം സയഗ്ലിബൂൻ, ജയിച്ചു വരുന്നതാണ്. ഫീ ബിളിഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കിടയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടാറുണ്ട് എന്നതും, അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടണോ? ഇവിടെയാണ് ചർച്ചാ വിഷയം വരുന്നത്. അള്ളാഹു ഇടപെട്ട വിഷയത്തിൽ മനുഷ്യർ ഇടപെട്ടാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹു കൈവലിയും. അള്ളാഹു ഇടപെടുന്ന ഒരു കാര്യത്തിൽ മനുഷ്യർ ഇടപെട്ടാൽ സംഭവിക്കൽ എന്താണ്? അള്ളാഹു തആല പിൻവലിയും. എന്നാ നീയാക്കെന്ന് പറയും. രാഷ്ട്രീയ കാര്യത്തിൽ ഒന്നിക്കിൽ അള്ളാഹു ഇടപെടുക, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുക, രണ്ടും ഒന്നിച്ച് നടക്കൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. വളരെ കാര്യഗൗരവത്തോട് നാം അറിഞ്ഞിരിക്കണം, ലോകം അറിഞ്ഞിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്താണ്? അതിനു മുമ്പ് അല്ലാഹു ഇതേപോലെ നാട് ഭരിച്ച ഭരണകൂടത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടതിനെ സംബന്ധിച്ച് വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ? മുഹമ്മദ് ഈ കാലഘട്ടത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാഷ്ട്രീയ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് രാഷ്ട്രീയ സാമ്പത്തിക വിഷയത്തിൽ, സാമുദായിക വിഷയത്തിൽ അല്ലാഹുവിന്റെ ഇടപെടൽ ഒരു ഭാഗത്ത്, മഖ്ലൂക്കിന്റെ ഇടപെടൽ ഒരു ഭാഗത്ത്. ഇവിടെ മുഅ്മിനുകൾ സ്വീകരിക്കേണ്ട രീതി എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. വിശദമായി പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം. നമ്മളെ ശീലവും അങ്ങനെയായിപ്പോ ഒരു ബലഹീനത. കുറഞ്ഞ രീതിയിൽ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് അല്ലാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. അതിനനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നസീബാക്കി തരട്ടെ.
അതെ, 5-10 മാസങ്ങളായി അള്ളാഹുവിന്റെ കെട്ടുകെട്ടുത്ത പരീക്ഷണത്തെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ. മഹാമാരിയുടെ കാര്യത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലോകത്ത് പല സ്ഥലത്തും അത് കുറഞ്ഞു വരുന്നു എന്നത് സന്തോഷത്തിന് വക നൽകുന്നു. അത് നമ്മുടെ ദുആവും എന്നും അങ്ങനെയാണല്ലോ. അത് ഈ സന്ദർഭത്തിൽ നമുക്ക് ചിലത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ചില കൂട്ടുകാർ, ചില സഹോദരങ്ങൾ, ബന്ധുക്കൾ, കൂട്ടുകാർ, സഹോദരങ്ങൾ നാട്ടിലും നാട്ടിന് പുറത്തും പോസിറ്റീവായതിനാൽ ആശുപത്രികളിലും മറ്റ് കേന്ദ്രങ്ങളിലും കഴിഞ്ഞുകൂടുന്നുണ്ട്. അല്ലാഹ്, അർശിന്റെ റബ്ബായ അല്ലാഹ്, അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിന്റെ ഖുദ്റത്ത് കൊണ്ട്, നിന്റെ മഹലായ ഖുദ്റത്ത് കൊണ്ട് നീ ഇടപെടുകയും അവരുടെ ആഫിയത്ത് എത്രയും പെട്ടെന്ന് അവർക്ക് നീ തിരിച്ചു കൊടുക്കുകയും ചെയ്യണേ അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ ഭീഷണിയെ ഭയത്തോടുകൂടി കാണുന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, മനുഷ്യർ, ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരായാലും അല്ലാഹുവിന്റെ ഇടപെടൽ മാത്രമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ശരണം. തീർച്ചയായും ഞങ്ങളുടെ പ്രതീക്ഷയും അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്റെ മഹലായ ഖുദ്റത്ത് കൊണ്ട് ഇടപെടുകയും ആ മനുഷ്യരുടെ ഈ മഹാവ്യാധിയെ പിൻവലിച്ച് ആരോഗ്യം തിരിച്ചുകൊടുത്ത് നിന്റെ ഈ ഭൂമിയാകുന്ന ലോകത്തിനൊരു പുനർജന്മം നീ ഉണ്ടാക്കി തരികയും ചെയ്യണേ അല്ലാഹുവേ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. 10 മാസക്കാലം ജോലിയില്ല, കച്ചവടങ്ങളില്ല, കാറുവാറങ്ങളില്ല, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ല, ഒന്നുമില്ലാതെ പട്ടിണിയും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിട്ട് കഴിയുകയാണ് ലോകം. ഈ സന്ദർഭത്തിൽ ഭക്ഷണമില്ലാത്തവനിക്ക് ഭക്ഷണം എത്തിക്കാൻ, മരുന്നില്ലാത്തവനിക്ക് മരുന്നെത്തിക്കാൻ, കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പരസ്പര സഹായത്തിന്റെ കൈകൾ നീട്ടുകയും വേദന എന്താണെന്നും പട്ടിണി എന്താണെന്നും ദാഹം എന്താണെന്നും പരവശത എന്താണെന്നും അറിയാതെ മുന്നോട്ട് കാലങ്ങളെ നയിക്കാൻ സഹായിച്ചവരാരൊക്കെയാണോ അല്ലാഹ്, ഭൂമിയിൽ നീ അവർക്ക് വാരിക്കോരി എണ്ണം നോക്കാതെ കൊടുക്കുകയും നാളെ ആഖിറത്തിൽ അതൊക്കെ നഷ്ടപ്പെടാതൊരു കൻസാക്കി നീ അംഗീകരിക്കുകയും ചെയ്യണേ അല്ലാഹുവേ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അലാ വഇന്നല്ലാഹ സുബ്ഹാനഹു വതആല അമറനാ വഅമറകും ബിഅംരിൻ ബദഅ ഫീഹി ബിനഫ്സിഹി വസന്നാ ബിമലായികതിഹിൽ മുസബ്ബിഹതി ബിഖുദ്സിഹി. أعوذ بالله السميع العليم من الشيطان الرجيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه 10. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم أنس وحشتهم وآمن روعتهم ونفس كربتهم ونور محلتهم وارفع درجتهم وكن لنا ولهم وليا وبنا وبهم حفيا.
اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا وعلى أولادنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في برك وبحرك وجوك أجمعين يا رب العالمين اللهم اعزنا واعز الإسلام والمسلمين اللهم انصرنا وانصر الإسلام والمسلمين اللهم ألف بين قلوبنا وأصلح ذات بيننا يا رب العالمين اللهم أذل الشرك والمشركين وأذل الكفر والكافرين وأذل الإلحاد والملحدين اللهم شتت شملهم وفرق جمعهم وقل عددهم اللهم خالف بين كلماتهم وخرب ديارهم اللهم زلزل أقدامهم اللهم مزقهم كل ممزق يا رب العالمين اللهم مزق المملكة المشركين والكافرين الحربيين برحمتك يا رب العالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم